യമനിലെ ജയിലിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ സഹായിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകളെ പ്രതീക്ഷയോടെയാണ് കേരളം കണ്ടത്. ദിയാധനം സ്വീകരിച്ചുകൊണ്ട് മോചനത്തിലേക്ക് വഴി ഉടൻ തെളിയുമെന്ന് തന്നെ നമ്മളെല്ലാം പ്രത്യാശിച്ചു. എന്നാൽ മോചന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നീക്കങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനുനയ നീക്കങ്ങളിൽ അതൃപ്തിയുള്ളവരാണ് ഈ പണി നടത്തുന്നത് എന്നാണ് വെളിവാകുന്നത്. കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ചാണ് ഈ നീക്കം. തലാലിൻ്റെ സഹോദരൻ്റെ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ കമൻറ്റിട്ടും കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അറബിയിലേക്ക് മൊഴിമാറ്റിയെത്തിച്ചുമെല്ലാം ഇക്കൂട്ടർ കുതന്ത്രം മെനയുന്നു. വിശദമായി നോക്കാം. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകരുത്, നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം, അതുവരെ പോരാടണം എന്നു തുടങ്ങി വൈകാരികവും പ്രകോപനപരവുമായ കമന്റുകളാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിറയുന്നത്. പലരും വ്യാജ പേരുകളിലാണ് വിദ്വേഷ കമന്റുകളുമായി എത്തുന്നത്. ഇതിൽ പലതും മലയാളി ഹാൻഡിലുകൾ തന്നെയാണെന്നാണ് ആരോപണം. വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും യമനിൽ മധ്യസ്ഥത വഹിക്കുന്ന ഹബീബ് ഉമറിനെയും അധിക്ഷേപിക്കുന്ന കമന്റുകളുമുണ്ട്. കാന്തപുരത്തിന്റെ ഹൂതി ബന്ധം ദുരൂഹമെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്ന ചില യുക്തിവാദികളുമുണ്ട്. മധ്യസ്ഥ ഇടപെടലുകളെ അവഹേളിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും നിമിഷയുടെ മോചന ശ്രമങ്ങളെ സങ്കീർണമാക്കുകയാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിച്ചു. വിഷയത്തിൽ ഇടപെടുന്ന യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിന്റെ നടപടികൾക്കെതിരെ ആക്ഷൻ കൗൺസിലിലെ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. കാന്തപുരത്തിൻ്റെ ഇടപെടലോടെ താൽക്കാലികമായിട്ട് വഴിമാറിയ വധശിക്ഷയെക്കുറിച്ച് നമ്മൾ അന്നത്തെ ദിവസം തന്നെ ചർച്ച ചെയ്തിരുന്നു. നമുക്ക് മറ്റു വിശദാംശങ്ങൾ കൂടെ പരിശോധിക്കാം. തലാലിൻ്റെ കുടുംബവുമായിട്ട് സമ്പർക്കം പുലർത്തുകയാണ്. തലാലിൻ്റെ കുടുംബവുമായി കേരളത്തിൽ നിന്ന് ചിലർ നിരന്തരം ആശയവിനിമയം നടത്തുകയാണ് എന്നതാണ് അതിനുശേഷമുണ്ടായ സാഹചര്യം. ആശയവിനിമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരെ ഉപയോഗിച്ച് ഭാഷ മാറ്റിയും മറ്റുമൊക്കെയാണ്. കേരളത്തിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വാർത്തകളും അയച്ചു നൽകുകയാണ് അവർക്ക്. എന്തെങ്കിലും നല്ല കാര്യത്തിനല്ല, മോചനം ഉറപ്പായി എന്ന വാർത്തകൾ അയച്ചു നൽകി ഈ കുടുംബത്തെ പ്രകോപിപ്പിക്കുകയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. നിമിഷപ്രിയ കേസിലെ കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ തള്ളി കൂട്ടായ പ്രചാരണം ഒരു വഴിക്ക് നടക്കുന്നു. കാന്തപുരത്തിനെതിരെ എന്ന മട്ടിൽ എതിരെയായിട്ട് ഷൈഖ് ഹബീബ് ബിൻ ഹഫീളിൻ്റെയും കാന്തപുരം മുസ്ലിയാരുടെയും ഇടപെടൽ ഫലപ്രദമല്ല എന്ന വാദം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാന്തപുരം ടീം പറയുന്നത് വിശ്വസിക്കരുത് എന്ന് മാധ്യമപ്രവർത്തകൻ മുബാറക് റാവുത്തർ എന്നൊരാൾ പറയുന്നതായിട്ടാണ് കാണുന്നത്. തലാലിൻ്റെ കുടുംബം ഇവരുടെ മധ്യസ്ഥതയ്ക്കെതിരെന്ന് ഇയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാർ ഇറാൻ വഴി ഹൂതികളെ സ്വാധീനിക്കുക മാത്രമാണ് വഴിയെന്നൊക്കെ ഇതുപോലുള്ള പല ആളുകളും പറയുന്നുണ്ട്. തലാലിൻ്റെ കുടുംബത്തിലെ മാധ്യമപ്രവർത്തകനായ സർഹാനുമായിട്ട് ഇങ്ങനെ പല ആളുകളും സംസാരിക്കുകയാണ്. ടെലഗ്രാം വഴി സംസാരിച്ച സ്ക്രീൻഷോട്ട് FBയിൽ പങ്കുവെച്ചെങ്കിലും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. ഈ പ്രചാരണത്തിനൊക്കെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർന്ന് പരോക്ഷ പിന്തുണയുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർന്ന് വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറയുകയാണ്, വിമർശിക്കുകയാണ്. തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദിയുടെ FB പോസ്റ്റുകൾ ഇപ്പോൾ മലയാളത്തിലാണ്. അദ്ദേഹം എഴുതുന്നത് തന്നെ മലയാളത്തിലാണ്, പോസ്റ്റ് ചെയ്യുന്നത് തന്നെയും. കേരളത്തിലെ വാർത്തകൾ വരെ എടുത്തു പറഞ്ഞ് മലയാളത്തിൽ പോസ്റ്റുകൾ ഇടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ മലയാളികളുടെ പോസ്റ്റിൻ്റെ ലിങ്കുകൾ വരെ ഷെയർ ചെയ്യാൻ തുടങ്ങി ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ. കേരളത്തിൽ നിന്ന് PR സഹായം ലഭിക്കുന്നു എന്ന് ചില ആളുകൾ വിമർശിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. സങ്കീർണവും വിചിത്രവുമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആനുപാതികമായുള്ള ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ വധശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടണം. അതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും പലവിധ സംവിധാനങ്ങളായിട്ടും വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ പോലുള്ള ബന്ധുക്കൾ അതിന് പിന്നാലെ ഉണ്ട്, ഭർത്താവും മറ്റുമൊക്കെ അവരുടെ പിന്നാലെ ഉണ്ട്. അതിലൊടുവിൽ ഒരു ചെറിയ ആശാനാളമായിട്ട് വന്നതാണ് കാന്തപുരത്തിന് ഈ സർക്കാർ അതീതമായിട്ട്, എന്ന് വെച്ചാൽ അവിടുത്തെ സർക്കാരിന് അതീതമായിട്ടുള്ള അവിടുത്തെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, വലിയ വിഷമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു വന്നത്. അത് വളരെ സന്തോഷം പൊതുവിൽ എല്ലാവർക്കും ഉണ്ടാക്കി. പക്ഷേ അതിന് എതിരെ ഒരു കാരണവുമില്ലാതെ എന്ന് നമ്മൾക്ക് തോന്നുന്ന വിധത്തിൽ പ്രചരണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനായിരിക്കണം ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടാവുക? എന്ത് നേട്ടമായിരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ടാവുക? ഇതിൽ സനീഷേ, ഓരോരുത്തരും അവരവരുടെ യുക്തിയിലാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെ കാണുക. ഈ വിഷയത്തിൽ പ്രധാനമായും രംഗത്ത് വന്നത് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടലിന് ശേഷം മാത്രമാണ് അവിടെ നിന്നൊരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ, അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ എന്നത് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. അത് നിർണായകമായ ഒരു ഘട്ടത്തിൽ 16-ാം തീയതി നടക്കും എന്നുള്ളപ്പോൾ ഈ ചർച്ചകളൊന്നും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത് വേണ്ടത് എന്താണ്? വധശിക്ഷ ഒന്ന് മാറ്റിവെക്കണം.
അതിനുള്ള ഇടപെടൽ മറ്റെല്ലാ സാധ്യതകളും അവിടെ ആരായുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ് അവിടെ. അതായത് യമനിലെ സർക്കാരിന് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാരിന് ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാവുന്ന സാഹചര്യമല്ല എന്ന് നമ്മൾ വെറുതെ ഇന്ത്യ ഗവൺമെൻറ്റിന് എന്തെങ്കിലും കുഴപ്പം പറയാൻ വേണ്ടി പറയുന്നതല്ല. സർക്കാർ അത് സുപ്രീം കോടതിയിൽ അറിയിച്ചതാണ്. പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നു ഇതിന് തൊട്ട് മുമ്പ്. അത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടലുണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഒക്കെയായ പ്രമുഖ പണ്ഡിതനായിട്ടുള്ള ഈ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസിനോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത അവിടെ തെളിവാണ്. ഇതിനെ ഇപ്പോൾ വിമർശിക്കുന്നവർ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിയാണ്, കാന്തപുരത്തിൻ്റെ ഈ സുഹൃത്തായ ഈ മഹാപണ്ഡിതന് അവിടെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുമായി ബന്ധമുണ്ട്. അതൊരു വലിയ ബന്ധമല്ലേ? അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതയെങ്കിലും തെളിഞ്ഞത്, മുന്നോട്ട് പോകുന്നത്. ഇത് വെറുതെ ആരെങ്കിലും പറയുകയാണോ? ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് മുമ്പും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് പലത് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇതിന് ഫണ്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നവർ ഒരു ഭാഗത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ, കാരണം ഇവർക്കൊക്കെ ഇത് ഫണ്ട് സമാഹരിക്കാനൊക്കെ പറ്റൂ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താനേ പറ്റൂ. ഇവർക്കാർക്കും യമനിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ യമനിൽ അവിടെ കണ്ടെത്തിയ ഒരാളാണ് ഈ പറയുന്ന എന്താണ് ഈ ഒരു എനിക്ക് ആ പേരൊന്നും സാമുവൽ ജോറം അവിടുത്തെ പൊതുപ്രവർത്തകനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം വഴി നീക്കാൻ ശ്രമിക്കുന്നു, പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നു, അവിടെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. നല്ലത്, നടന്നോട്ടെ. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള സ്ഥിതി വരുമ്പോഴാണല്ലോ ഇത്തരത്തിലൊരു ഇടപെടലുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാധ്യമ ശ്രദ്ധയുള്ള ഒരു വിഷയം, ആ വിഷയത്തിൽ ഇങ്ങനെ നമുക്ക് ആദ്യം വിവരം കിട്ടുന്നവിടെ നമ്മളാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഇത് മാറ്റിവെച്ചു, നീട്ടിവെച്ചു എന്നുള്ള വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ന്യൂസ് മലയാളമാണ്. അനൽക്ക സയ്യിദാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ആ വാർത്ത വരുന്നത്? സ്വാഭാവികമായും ആ വാർത്തയുടെ ഉറവിടവും അവിടെ പിന്നെ വിവരങ്ങൾ ലഭിക്കുന്നതുമൊക്കെ മറ്റാർക്കും ലഭിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ലഭിക്കുന്നതിന് ആ വിവരം ലഭിച്ചത് ആർക്കാണ്? അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കല്ലേ. അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ അറിഞ്ഞതും പിന്നീട് വാർത്തയായതും. മാധ്യമങ്ങൾ ആദ്യം പല മാധ്യമങ്ങളും മടിച്ചു നിൽക്കുകയും ഒക്കെ പല സാധ്യതകളും ഒക്കെ പരിശോധിക്കുകയും ഇത് കാന്തപുരത്തിൻ്റെ വഴിക്കല്ലാതെ വാർത്ത കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തല്ലോ. പക്ഷേ ആ വാർത്ത വന്നത് വസ്തുതയാണെന്ന് തെളിഞ്ഞു. 16-ാം തീയതി കഴിഞ്ഞ് 17-ാം തീയതിയിലേക്ക് നമ്മൾ കടന്നില്ലേ? നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പായില്ലല്ലോ. അപ്പോൾ ആ ഇടപെടൽ തന്നെയാണ് അവിടെ പ്രയോജനം ചെയ്തത് എന്ന് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള, അതായത് സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തുന്ന സുഭാഷ് ചന്ദ്രൻ വക്കീൽ അടക്കമുള്ളവർ, ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളടക്കം പറയുകയാണ്. ഇപ്പോൾ മാത്രമാണ് പ്രതീക്ഷയുടെ ഒരു കിരണം നമ്മൾ കണ്ടത് എന്ന്. ഇത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയപ്പോൾ ഇവിടെ ഒന്നാമത് നമുക്ക് ഈ പൊതു മലയാളിക്ക് അറിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കാര്യം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിം കൂടെ ഒരു മുസ്ലിം എന്ന മട്ടിലാണ് ആളുകൾ ചിന്തിക്കുക. പല ആളുകൾക്കും അത്രയും അറിയും. അതല്ലല്ലോ ഇവിടുത്തെ അവസ്ഥ. പ്രധാനപ്പെട്ട 2 പ്രധാന സുന്നി വിഭാഗങ്ങളുണ്ട്. അതല്ലാതെ മുജാഹിദ് വിഭാഗങ്ങൾ പലതായി ചെതറി കിടക്കുന്നത് ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അതല്ലാതെ വേറെ എന്തെല്ലാം വിഭാഗങ്ങൾ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഇതെല്ലാം അപ്പോൾ ഇവരിൽ ഒരു വലിയ മറ്റ് വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ചിലർക്ക്, എല്ലാവർക്കും അല്ല. ഇപ്പോൾ ഈ വിഭാഗത്തിൽ ഞാൻ ആദ്യം കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതിലൊരു കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് സത്താർ പന്തല്ലൂരിൻ്റെ ഈ വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരൊന്നുമല്ല, ചില ഈ കൃമികീടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള തുടർച്ചയായ ശ്രമം നടത്തുന്നു. അതായത് കാന്തപുരത്തിന് എന്തോ ഒരു സൽപ്പേര് കിട്ടിപ്പോയി, എന്നാൽ പിന്നെ അത് ഇല്ലാതാക്കണം. ഇത് ചെറിയ കക്ഷികളൊന്നുമല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഔട്ട്ലുക്കിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ വിവാദ പണ്ഡിതൻ എന്നുള്ള തരത്തിലാണ് ആ തലക്കെട്ട് എഴുതുന്നത്. ഇങ്ങനൊരു വിഷയത്തിൽ ആ തലക്കെട്ടിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് മറ്റു വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള വിഷയങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇതിപ്പോൾ വേറൊന്ന്, ഈ കുയുക്തിവാദികൾ, പ്രധാനപ്പെട്ട കക്ഷികൾ, ഈ ഇതിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, ഈ കുത്തിത്തിരിപ്പിന് ഇറങ്ങിത്തിരിച്ചവരെ നമ്മൾ നോട്ട് ചെയ്തു പോകണമല്ലോ നിർണായക ഘട്ടത്തിൽ. കുയുക്തിവാദികൾ, അതുപോലെ ഈ ആഗമന വിദഗ്ധരായ, വിശകലന വിദഗ്ധരായ ചില കക്ഷികളുണ്ടല്ലോ, എന്താണ് അവർ, നിരീക്ഷകർ, അങ്ങനെ ചില നിരീക്ഷക പണ്ഡിതർ, ഇവരൊക്കെയാണ് പ്രധാനമായി ഇറങ്ങിത്തിരിച്ച് ഇവർ കൂട്ടായി നിന്നിട്ട് ഈ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുക. ഞാൻ പറയുന്നത് ഇവർ മനസ്സിലാക്കാത്ത ഒരൊറ്റ കാര്യം കൂടെ, ഇവരുടെ വിവരദോഷത്തിൻ്റെ അളവ് ഒന്ന് പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടെ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതവിധിയും ശിക്ഷാവിധികളെക്കുറിച്ചും, അതായത് ഇത് ശരിയായ നിയമം നിൽക്കുന്ന സ്ഥലത്തുള്ള ശിക്ഷാവിധികളെക്കുറിച്ചും ഒക്കെയുള്ള
ജ്ഞാനമുള്ളത് കൊണ്ട് കൂടിയാണ് എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നത്. അതായത് ഒരു വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഇസ്ലാമിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആ നിയമം നിലനിൽക്കുന്ന സ്ഥലത്ത് വധശിക്ഷ ഒഴിവാക്കാൻ ഇന്ത്യയിൽ അങ്ങനെ എളുപ്പത്തിലൊരു വ്യവസ്ഥ ഇല്ല എന്നുള്ളത് കൂടിയാണ് സത്യം. അപ്പോൾ ആ ഒഴിവാക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ നിയമത്തിൻ്റെ വഴിയാണ് തേടുന്നത്, നിയമത്തിൻ്റെ വഴി തന്നെയാണ് തേടുന്നത്. അത് തിരിച്ചറിയാതെയാണ് ഇവിടെ അല്ല കൊലപാതകയ്ക്ക് ശിക്ഷ കിട്ടിയേ മതിയാവൂ എന്നൊക്കെ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞത്. അതായത് നിയമത്തിന് അതീതമായിട്ടുള്ള സംഗതികളല്ല നടക്കുന്നത്, നിയമത്തിനകത്തുള്ള വഴികളെ തേടുക. ആ നിയമത്തിനകത്ത് ശരീഅത്ത് നിയമത്തിനകത്ത് ദിയാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വധശിക്ഷ ഒഴിവാക്കാം, ആ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ മതി എന്ന സംഗതി അവിടെ നിൽക്കുകയാണ്. അത് ഉപയോഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലോകത്തിൻ്റെ ആധുനികമായിട്ടുള്ള പല രാഷ്ട്രങ്ങളും ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും വധശിക്ഷയ്ക്കെതിരാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്രയോ പൗരാണികമായിട്ടുള്ള ഒരു മതത്തിൻ്റെ നിയമത്തിനകത്ത് തന്നെയും ഇതുണ്ട്. അതായത് മനുഷ്യൻ്റെ ജീവൻ പ്രധാനമാണ്. ജീവിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാനും ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധനം കൊടുക്കാനും കഴിഞ്ഞാൽ വധശിക്ഷ, മനുഷ്യരെ കൊല്ലുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിന് പകരം മറ്റൊരു കൊലപാതകം നടക്കുക എന്ന സംഗതി ഒഴിവാക്കാമെന്ന ആധുനികമായ ചിന്ത ഈ ശരീഅത്ത് നിയമത്തിനകത്തുണ്ട് എന്നതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവിനെയും അദ്ദേഹത്തിൻ്റെ അതിനുള്ള ശേഷിയും ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തിനാണ് ഈ കുഴപ്പം കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതാണ്. അതായത് നിയമത്തിന് അതീതമായിട്ടുള്ളൊരു സംഗതിയല്ല, അവിടുത്തെ നിയമത്തിന് അനുകൂലമായിട്ടുള്ള സംഗതിയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? കേന്ദ്ര സർക്കാരിന് വല്ല എതിർപ്പുണ്ടോ? ഇവിടെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ തന്നെയും ഏറ്റവും മുതിർന്ന BJP നേതാക്കളുള്ള ഒരാളായ PS ശ്രീധരൻപിള്ള കാന്തപുരത്തിൻ്റെ ഇടപെടൽ വളരെ നന്നായി എന്ന് പറഞ്ഞായിട്ട് നമ്മൾ വായിച്ചല്ലോ, കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ BJPയുടെ വലിയ നേതാവല്ലേ, അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ രാവിലെ വന്നിട്ട് സേതുലക്ഷ്മിയുടെ പരിപാടിയിൽ ഹലോ മലയാളത്തിലാണ് പറഞ്ഞത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകവും സന്തോഷകരവുമാണ് എന്ന്. അതായത് മനുഷ്യരായ ആളുകൾക്കെല്ലാം ഒരു ജീവൻ രക്ഷപ്പെടുന്നു, അതിനുള്ള ആളുകൾ ആരെങ്കിലും നടന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ അവിടെ സർക്കാരിൻ്റെതായ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, ഒരു ബഹുമാന്യരായിട്ടുള്ള ഒരാൾ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഇത് നടത്തിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ പ്രായത്തിൽ ഇത്രയും വലിയ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കിടയിൽ അത്രമാത്രം ബഹുമാനത്തോടെ കാണപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിന് പുറത്തുള്ള ആളുകളും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു അഭിമന്യനായിട്ടുള്ള ആൾക്ക് ഈ കാര്യം നടത്തിയിട്ട് വേണോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ? അപ്പോൾ വളരെ ചുരുക്കം ആളുകൾ, പക്ഷേ അത് ഹിംസാത്മകമായ രീതിയിലാവുകയാണ്. കാരണം സഹോദരൻ നഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗത്തെ, ഏറ്റവും അടുത്ത മകനെയും കുടുംബാംഗത്തെയും നഷ്ടപ്പെട്ട ഒരാളെ പ്രൊവോക്ക് ചെയ്യുക, അവരുടെ കുടുംബത്തെ പ്രൊവോക്ക് ചെയ്യുക എളുപ്പമാണ്. നിങ്ങൾ പണം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ വഞ്ചിക്കുകയാണോ എന്ന സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷേ അതിനകത്ത് ഈ മതപരമായുള്ള നിയമങ്ങൾക്കാണെങ്കിലും അവിടുത്തെ ആ രാജ്യത്തിലെ നിയമങ്ങൾക്കാണെങ്കിൽ തന്നെയും ഉള്ള ഒരു സാഹചര്യത്തെ, അതൊരു പഴുതുപോലുമല്ല, നിയമം തന്നെയാണ്, അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു കൊള്ളട്ടെ എന്ന് വിചാരിക്കലേ വേണ്ടത്. അവർ ചെയ്ത കുറ്റം ഉണ്ടെങ്കിൽ ആ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ അവർ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ അനുഭവിച്ചു കൊള്ളട്ടെ. പക്ഷേ ജീവൻ രക്ഷിച്ചേക്കാം എന്ന വിചാരത്തിന് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ മഹാദുഷ്ടക്കൂട്ടങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാഷാണത്തിലെ കൃമികൾ എന്നൊരു ഭാഷാപ്രയോഗമുണ്ടല്ലോ. ഈ വാർത്ത അറിയുമ്പോഴും ഞങ്ങളുടെ പ്രതിനിധി അനൽക സെയ്ദ് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും RDX ഇതേ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴും തോന്നിയത് ഈ പ്രയോഗമാണ്. പാമ്പിന് പല്ലിൽ വിഷം, തേളിന് വാലിൽ വിഷം, ഈച്ചയ്ക്ക് തലയിൽ വിഷം, ദുഷ്ടർക്ക് സർവാംഗം വിഷം എന്ന് പറയാറുണ്ടല്ലോ. അത്തരം ചിലർ നമുക്കിടയിലുമുണ്ടെന്ന് സങ്കടത്തോടെ നമ്മൾ തിരിച്ചറിയുകയാണ്. കേവല രാഷ്ട്രീയ തർക്കങ്ങളും വിശ്വാസ തർക്കങ്ങളുടെ വിരോധവുമെല്ലാം ഇങ്ങനെയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറാതിരിക്കാനുള്ള തുറവി അവരുടെ മനസ്സുകൾക്കുണ്ടാകട്ടെ ഇനിയെങ്കിലും എന്ന് RDX ആശിക്കുന്നു. അതുണ്ടായില്ലെങ്കിൽ ഈ തരം ദുഷ്ടബുദ്ധികളെയും അതിജീവിക്കാൻ നല്ലവരുടെ കൂട്ടായ ശ്രമങ്ങൾക്കാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.